ചാനൽ അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു കുഞ്ഞു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഇന്ന് ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഞാനിന്നൊരു കുഞ്ഞ് ട്രിപ്പ് പോകുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിശദമായിട്ട് കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ആദ്യം പോയത് ആറ്റുകാൽ ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ. എവിടെ പോകുമ്പോഴും ആദ്യം തുടക്കം നമ്മുടെ ആറ്റുകാൽ തന്നെ ആവണമല്ലോ. അങ്ങനെ അവിടെ കയറി നന്നായിട്ട് തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ കുമ്മമ്മയാണെങ്കിലും നാരങ്ങ വിളക്കൊക്കെ കത്തിച്ചായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടത് ആഴിമലയായിരുന്നു. ആഴിമല ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സത്യം പറയാലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതലും ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നിയത് കേവിനകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ. അവിടെ ഫോണൊന്നും അലൗഡ് അല്ല, അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ഓരോരുത്തരും വന്ന് കാണണം. ചിലപ്പോൾ കണ്ട് കാണും. ഞാൻ ഇപ്പോഴാണ് വന്ന് കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി കയറി കാണുന്നുണ്ടെന്ന് അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കയറി കണ്ടിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്നൊരു രുദ്രാക്ഷം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് വെച്ച് ഇത് കാണുന്നില്ല. ഞാൻ വിചാരിച്ചു തിന്നാൻ എന്തോ തന്നെയാണ്, മുന്തിരി വല്ലതും ആണോ എന്ന്. പിന്നെയാണ് മനസ്സിലായ രുദ്രാക്ഷമാണ് കേട്ടോ. ചെറിയൊരു ഇരുട്ടൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണിനൊക്കെ ഒരു ഇത്. അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ചെങ്കല്ല് മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ആ കാണുന്ന ശിവലിംഗില്ലേ, അതിൻ്റെ ഏറ്റവും മുകളിൽ വരെ ഞങ്ങൾക്ക് കയറാൻ പറ്റും കേട്ടോ. അതിൻ്റെ മുകളിൽ കൈലാസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മക്കളെ. എന്തായാലും തരക്കേടില്ലാത്ത കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. ഒരുപാട് ശിവലിംഗങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്നും കാണാൻ പറ്റി കേട്ടോ. എന്നിട്ട് പ്രാർത്ഥിച്ചൊക്കെ ശേഷം വന്നു. അവിടെ നിന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. നമ്മൾ ഇഡലിയും ചട്നിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ആസ്വദിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വാരി വിഴുങ്ങുകയാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് നേരെ വിട്ടത് മണ്ടയ്ക്കാട്ടോത്ത് പോകാനായിരുന്നു കേട്ടോ. തമിഴ്നാട് കയറിയപ്പോൾ നമ്മുടെ ഫോണിൻ്റെ റേഞ്ചൊക്കെ അങ്ങ് കട്ടായി. എന്താണെന്ന് അറിയത്തില്ല, റേഞ്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലായിടത്തും ഫോണിൻ്റെ യൂസേജ് കുറവായതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മണ്ടയ്ക്കാട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പണ്ടെങ്ങാണ്ട് കുഞ്ഞായിരുന്നപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഇവിടെ കുട സമയമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഊപ്പാടും കട്ടയും വന്ന് ഗൈസ്. എന്നാലും കുമ്മമ്മയുടെ ചെരുപ്പൊക്കെ പൊട്ടി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ചെരുപ്പൊക്കെ മേടിച്ചിട്ടായിരുന്നു പിന്നെ നടന്നത്. ഒരു കുട പോലും ഇല്ലായിരുന്നു. ഉള്ള തുണിയൊക്കെ തലയിലിട്ട് വെയിൽ കൊള്ളാണ്ടൊക്കെ പോയി. പക്ഷേ ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴുവാനൊന്നും പറ്റിയില്ല. കാരണം അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അതിഭീകരമായ തിരക്കായിരുന്നു ഗൈസ്. ഊപ്പാട് വന്നു. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ കൂടെ വന്ന ഒരു മനുഷ്യരുടെ പൊടി പോലും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഫോണിലൊക്കെ വിളിച്ചാണ് സീബ ആൻറ്റീനെ കണ്ടതും. പിന്നെ അതിന് ശേഷം വീണ്ടും ഞാനും കുഞ്ഞമ്മയും തിരിച്ച് തന്നെ പോയിട്ടാ. തിരിച്ചവിടെ എത്തിയതും പിന്നെ ഒന്നും പറയാനില്ല ഗൈസ്. അത്രയ്ക്ക് ഊപ്പാട് വന്നു. തിരിച്ച് വരുന്ന വഴിക്ക് എന്തായാലും ഞങ്ങൾക്ക് ഒരു ഓട്ടോ കൂടി കിട്ടി. ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയും അത് കിട്ടിയോണ്ട് അധികം പാടുപെടാതെ ഇങ്ങ് വന്നു കേട്ടോ. വന്ന ഉടനെ പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. എൻ്റെ കോലം കണ്ട ഗൈസ്. എങ്ങനെ ഇരുന്ന ഞാനാണല്ലേ ഈ യാത്രയൊക്കെ തുടങ്ങിയപ്പോൾ എങ്ങനെ ഇപ്പം എങ്ങനെ. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഞാൻ വന്ന് അതിനകത്തിരുന്നു കേട്ടോ. അതിനകത്തും ചൂടൊക്കെ തന്നെയായിരുന്നു വണ്ടിക്കകത്തും. എന്നാലും കുറച്ച് നേരം അകത്തൊക്കെ വന്നിരുന്നു. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കന്യാകുമാരി എത്തി. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴായിരുന്നു ഒരു ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ആയതുകൊണ്ട് ഇനിയും ആ ഒരു തണുത്ത കാറ്റും കൂടെയൊക്കെ വന്ന് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അപ്പുറത്ത് പോകാനൊന്നും പറ്റിയില്ല. കാരണം 5 മണി കഴിഞ്ഞാൽ പിന്നെ അവർ ബോട്ടിൽ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. കുറേ നേരം അവിടെയൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. എന്താണ് ഈ എടുക്കുന്നതല്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല, എന്നെ തന്നെയാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വാട്ടർ മെലൺ, ആപ്പിള്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉപ്പും മുളകും ഞവടി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നത് തന്നെ അവർ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് മസാലകളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് വാമിമോക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും അതും ഇതുമൊക്കെ മേടിച്ചു കേട്ടോ. അതൊക്കെയായിരുന്നു മേടിച്ചത്, അല്ലാണ്ടൊന്നും മേടിച്ചില്ല. കാരണം എല്ലായിടത്തെയും പോലെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഓഫർ എന്നൊക്കെ വെറുതെ പറയുന്നുണ്ട്. എനിക്കൊരു കൗതുകമായിട്ട് തോന്നിയത് ഈ കാണുന്ന ഈ സംഭവങ്ങളാണ്. പക്ഷേ ഞാനൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല കേട്ടോ. ഇന്നും എനിക്ക് കഴിക്കാൻ തോന്നിയില്ല, കാണാനേ തോന്നിയുള്ളൂ. അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് വന്നത്. വീണ്ടും വീണ്ടും ഞാൻ ആ വീഡിയോസ് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ഡോളാണ് കേട്ടോ. അത് എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വാമ്യമൊക്കം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏകദേശം അവിടെ നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി തിരിച്ച് വണ്ടിയിലോട്ട് വന്നു. വരുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ ഷോപ്പിലൊക്കെ നിൽക്കുന്നവർ നമ്മളെ വിളിക്കുകയാണ് കേട്ടോ. വാ ചേച്ചി, ഇവിടെ കയറി ചേച്ചി, സാധനം മേടിക്കുക ചേച്ചി. അവസാനം സഹയായിട്ട് ആ പയ്യന്മാരെ വ്ളോഗർ ചേച്ചി എന്ന് വരെ വിളിച്ചു. പക്ഷെ ഒന്നുമില്ലെങ്കിൽ ആ വിളി കേട്ടപ്പോൾ എന്തോ ഒരു സന്തോഷം എനിക്ക്. എന്തായാലും ഞങ്ങൾ നടത്ത എങ്ങും കയറാതെ ദേ ഈ ഒരു നേരെ വന്ന് ഈ ചായക്കടയിലാണ് കേട്ടോ. ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നടത്തുന്ന ചായക്കടയായിരുന്നു. ദേ ഈ കാണുന്ന ഗ്ലാസ്സില്ലേ, ഇത് കുറുമുടി പോലെ ഈ ഒരു ഗ്ലാസ്സിൽ 15 രൂപയാണ് കേട്ടോ ചായ. നമ്മുടെ നാട്ടിലെ ചായയൊക്കെ തന്നെയാണ് ഗൈസ്, അടിപൊളി. അമ്മയാണെങ്കിൽ പുറത്തുനിന്നൊന്നും ചായ കുടിക്കുന്ന ആളല്ല കേട്ടോ. പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല, എനിക്ക് കമ്പനി ആവാൻ വേണ്ടിയിട്ടാണോ ചായ കുടിച്ചു. 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. പിന്നെ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ബൈ.